മറ്റൊരു ലാവ്ലിൻ പോലെ പിണറായി വിജയനെ അപമാനിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചുവെന്ന് എ കെ ബാലൻ. കുഴൽനാടൻ പ്രതിപക്ഷത്തിന്റെ ബലിയാടായി. MLA സ്ഥാനം കുഴൽനാടൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവും പദവി ഒഴിയണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു. മറ്റൊരു ലാവ്ലിൻ പോലെ വളർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കുഴൽനാടൻ അതിൽ പെട്ടുപോയതാണ്. കുഴൽനാടന് 3 പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് പേരടിക്കടി കിട്ടുകയാണ്. എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പം അന്നേരം അയാൾ മാപ്പ് പറഞ്ഞില്ല. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വന്ന സമയത്ത് മാപ്പ് പറയുന്നില്ല. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്ഥിതിയിൽ അദ്ദേഹം മാപ്പല്ല പറയേണ്ടത്, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയുണ്ട്. ഹൈക്കോടതി വിധി പ്രതിപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് മന്ത്രി പി രാജീവ്. ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണങ്ങൾ തുറന്നു കാട്ടപ്പെട്ടുവെന്നും ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയായി പ്രതിപക്ഷ നേതാവിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നും പി രാജീവ് ചോദിച്ചു. തള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നുവെച്ചാൽ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുക, അത് ചാനൽ മുറികളിലെ ജഡ്ജിമാരുടെ മുൻപിൽ മാത്രം ചെലവാകുന്ന തെളിവുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കുറേ കാലമായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ ആശ്വാസമല്ല. യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഇവർ തുറന്നു കാട്ടപ്പെട്ടു, പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നേടിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ കാണേണ്ടത്. ഏതാരോപണം? അപ്പോൾ ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയായിട്ട് പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ലല്ലോ. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി പൊട്ടിത്തകർന്നുവെന്ന് MP രാജേഷ്. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണത്തിന് പോലും ആയുസുണ്ടായിട്ടില്ലെന്നും ഒരു ആരോപണത്തിന് പോലും ആയുസുണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. ഉയർത്തിയ ഒരാരോപണത്തിന് പോലും ആയുസ്സുണ്ടായിട്ടില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ആശ്വാസം എന്നാണ്. പ്രതിപക്ഷം പൊളിഞ്ഞു എന്നല്ല എഴുതി കാണിക്കേണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്നല്ല എഴുതി കാണിക്കേണ്ടത്. ഇതിലെന്ത് ആശ്വാസമായിരിക്കുന്നു? അപ്പോൾ പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ ആശ്വസിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവനിംഗ് ഡിബേറ്റിൽ റജി ലൂക്കോസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. റജി ലൂക്കോസ്, പക്ഷേ എ കെ ബാലൻ പറഞ്ഞതുപോലെ തന്നെയാണ് 3 തവണയാണ് ജുഡീഷ്യറിയിൽ നിന്ന് പിടലിക്ക് പിടുത്തം കിട്ടിയത് മാത്യു കുഴൽനാടന്. ഓരോ തവണ ചെല്ലുമ്പോഴും അറിയാം മാത്യു കുഴൽനാടന് ഇത് ഉണ്ടയില്ല വെടിയാണെന്നും ചവറ്റുകുട്ടലെറിയാൻ പോകുന്നതാണെന്നും കൃത്യമായി അറിയാം. ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു സിനിമയിൽ പറയുന്ന പോലെ എവിടെ രേഖ എന്ന് ചോദിച്ചപ്പോൾ അത് ഈ കയ്യിലുണ്ട് രേഖ എന്ന് പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ ഓരോ തവണയും കോടതിയിൽ ചെന്ന് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷേ അത് മാത്യു കുഴൽനാടനെ പോലൊരു അഭിഭാഷകൻ അറിയാം അതവിടെ ചെല്ലുമ്പോൾ ഇത് തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ മാത്യു കുഴൽനാടൻ്റെയും കൂട്ടരും ഈ കുഴുകുത്തി വീഴുന്നത് എങ്ങനെയാണെന്നാൽ ഇവിടെ അവർ ദുരാരോപണങ്ങൾ നിരന്തരം ഇങ്ങനെ മാധ്യമങ്ങളുടെ സഹായത്തോടെ നിർത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പേരിൽ സന്ദേഹങ്ങൾ ജനിപ്പിക്കുക. ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ വിജിലൻസ് കോടതിയിൽ പോയപ്പോൾ ആ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടുണ്ടോ, ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ടോ, അതിന് തെളിവുണ്ടോ ചോദ്യം ചോദിച്ചു. മറുപടിയില്ല. GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു, GST അടച്ചു, തെളിവ് കൊണ്ടുവന്നു. ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുമ്പോഴും വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കുഴൽനാടനും കുഴലൂത്തുകാരും. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വലിയൊരു ജനവിഭാഗം കേരളത്തിലുണ്ട്. നമ്മുടെ കേരളീയരുടെ ഏറ്റവും വലിയ പ്രത്യേകത നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിവുള്ള വിവേകശാലികളായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വളരെയധികം എക്സ്പീരിയൻസോട് ഉള്ള ഒരു വിഭാഗമാണെന്ന് ഒരു മനസ്സിലാക്കണം. ആ ജനങ്ങളുടെ മുമ്പിൽ ഇതൊന്നും വിലപ്പോകത്തില്ല. ഇവരെന്തുകൊണ്ട് അത് പഠിക്കാത്തത്? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തിഹത്യ നടത്താനും യാതൊരു തരത്തിൽ ലോജിക്കില്ലാത്ത രീതിയിലുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമായ പ്രവർത്തനമാണോ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാഷ്ട്രീയം എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായിരിക്കണം, അത് യാതൊരു സംശയമില്ല. വിമർശിക്കാം, പക്ഷേ നിയമവ്യവസ്ഥയെ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെ ഇവരെങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്? അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവർക്ക് എങ്ങനെ ബോധ്യപ്പെടാൻ പറ്റും? അതാണ് ഈ ചർച്ച പറഞ്ഞത്. ഏതാണ്ട് 2.5 പതിറ്റാണ്ടായിട്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിത്വം ഇന്ന് കേരളത്തിലെ
ഏറ്റവും ജനപ്രീതനായ, ലോക മലയാളികൾക്ക് ഏറ്റവും ജനപ്രീതനായ വ്യക്തിയെ ലാവ്ലിൻ കേസിന്റെ പേരിൽ ഇവർ ഏതെല്ലാം രീതിയിൽ വേട്ടയാടാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ പേരിൽ? ഒരു നിയമം ഒരു ചെറിയത് ഈ പിണറായിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള ആ വീടിനെ കുറിച്ച്, കുന്നംകുളത്തുള്ള ഒരു പ്രവാസിയുടെ വീട് കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ കോടികളുടെ വീട് കെട്ടിപ്പൊക്കിയെന്നും പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പിണറായി വിജയനെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കറ സാധിച്ചോ? ഒന്നാലോചിച്ച് നോക്കിയേ. ഇപ്പൊ പച്ചക്കള്ളങ്ങൾ പുറത്തിറക്കിയാൽ ജനം വിശ്വസിക്കും തങ്ങളെ അധികാരത്തിൽ എത്തുന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതാണ് ഇവരുടെ ഗതികേട്. ഇവർ ഒരു കാരണവശാലും കേരളത്തിൽ ഇനി അധികാരത്തിൽ വരത്തില്ല. കാരണം LDF സർക്കാർ എന്താണെന്നും പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നും ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്താണെന്നും കൃത്യമായി അറിയാവുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ നുണകൾക്ക് പരിഹാരം കൊടുക്കുന്നുള്ളതാണ് ഷിജുവിനകത്ത് ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇങ്ങനെ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. അവർ സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒപ്പം നിന്ന്, സർക്കാരിനോടൊപ്പം നിന്ന് വിമർശിക്കുന്നവരെ വിമർശിച്ചും നിശ്ചിതമായിട്ട് വിമർശിച്ചും മുന്നോട്ട് പോകേണ്ട കടമയാണ് പ്രതിപക്ഷത്തിൻ്റെത്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? വ്യക്തിഹത്യയും സ്വഭാവഹത്യയും നടത്തി കേരളത്തിലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും ഈ പറയുന്ന മാത്യു കുഴൽനാടനെ പോലെയുള്ള ജനപ്രതിനിധികൾക്കും 1% ബോധമുണ്ടെങ്കിൽ അവരത് ചെയ്യുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഒരു വിശ്വസിക്കുന്ന ഒരു ഇത് കണ്ടും കേട്ടിരിക്കുന്ന ജനതയുണ്ട്. അതുകൊണ്ടാണ് അവര് ഇവരുടെ ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 2021 തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് ഇവിടെ കെട്ടഴിച്ചു വിട്ട പച്ചക്കള്ളങ്ങളുടെ ആരോപണങ്ങളിൽ ഒന്നും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2ാം പിണറായി സർക്കാർ ഉണ്ടാകത്തില്ലായിരുന്നു. അതൊരു തിരിച്ചടിയാണ് സർക്കാർ കൊടുത്തത്. 8 സീറ്റ് അധികത്തിൽ 99. ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ആ ബിരിയാണി ചെമ്പിന്റെ കഥ, പിന്നെ ഈന്തപ്പഴം കൊണ്ടുവന്ന ഖുറാന്റെ കഥ, എന്തൊക്കെ വന്നു. ജനങ്ങൾ ഇതൊന്നും പരിഗണിച്ചില്ലല്ലോ. ഇനി അടുത്ത ഘട്ടത്തിൽ 3ാം പിണറായി സർക്കാർ, 3ാം LDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുമ്പോൾ നുണക്കഥകളുടെ വലിയൊരു പരമ്പര തന്നെ വരികയാണ്. പക്ഷേ ഈ ഒരൊറ്റ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞുവരുന്നുവെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് അല്പം നട്ടലുള്ള നേതാക്കൾ, അല്ലെങ്കിൽ അല്പം നട്ടലുണ്ട് പ്രതിപക്ഷത്തിനാകെ എന്ന് പറയാൻ കഴിയുമായിരുന്നു. ഇവിടെ ഓരോ നുണകൾ കൊണ്ടുവരിക, അപ്പാടെ പൊളിഞ്ഞു വീഴുക, പൊതുസമൂഹത്തിൽ പൊളിയുക, ഒപ്പം തന്നെ കോടതിയിലടക്കം മൂക്കിടിച്ച് വീഴുക, എന്നിട്ടും നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞൊരു പക്ഷേ AK ബാലൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നുണ പറയുമെന്ന് കോടതിയിൽ മാപ്പ് പറയുകയല്ല വേണ്ടുള്ളത്. പൊതുജന സമക്ഷം എനിക്ക് ഈ പണി പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്. VD സതീശൻ അടക്കം. VD സതീശനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കൃത്യമായി അറിയാമല്ലേ, കേരളത്തിലെ ഏത് വികസനം വന്നാലും അതിനെ തുരങ്കം വയ്ക്കുന്ന നിലപാടെടുക്കുന്ന VD സതീശൻ. ഇന്ന് തന്നെ ഇതിന് ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അത് PMLA ആക്ടുമായി ബന്ധപ്പെട്ടും PC ആക്ടുമായി ബന്ധപ്പെട്ടെന്ന് കുറേ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? അത് തന്നെയുമല്ല, മറ്റൊരു കാര്യം, വ്യക്തിഗതയ്ക്ക് ഇവരൊരു ലോകം ഇട്ടവരാ. അതായത് ബഹുമാനപ്പെട്ട വീണ വിജയന്റെ ഈ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ വിവാഹത്തില് പങ്കെടുത്തത് ഒരു വിവാദ നായികയായ സ്ത്രീയാണെന്നുള്ള എന്താ പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ തല വെട്ടിമാറ്റി ഈ സ്ത്രീയുടെ തല ഫോട്ടോഷോപ്പ് നടത്തി പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ അറിയപ്പെടുന്ന മുൻനിരയിലുള്ള ഒരു വനിതാ നേതാവാണ് കോൺഗ്രസിന്റെ. നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവർക്ക് ഇതാണ് ഇവരുടെ ഹോബി, വ്യക്തിഹത്യ നടത്തുക. അത് എന്തെല്ലാം രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായി അത് അവരുടെ പ്രൊഫൈലിലൂടെ എല്ലാം പ്രചരിപ്പിക്കുമല്ലോ. അവസാനം നാണം കെട്ടുപോയി. ഇതൊന്നും ജനങ്ങൾ മറക്കുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രിയപ്പെട്ട ടീച്ചറിന്റെ തലയുടെ സ്ഥാനത്ത് മറ്റൊരു വിവാദ നായികയുടെ, ഇവര് പൊക്കിക്കൊണ്ടുവന്ന ഒരു വിവാദ നായികയുടെ, ലോകം അറപ്പോടുകൂടി കാണുന്ന ഒരു സ്ത്രീയുടെ തല വെട്ടിവെച്ച് ആ വിവാഹത്തിൽ അവർ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് സ്വഭാവഹത്യ നടത്തിയ ഒരു സ്ത്രീത്വത്തോട് കാണിക്കുന്നത് ഏറ്റവും കടുത്ത വെല്ലുവിളിയായിരുന്നു അവരൊന്നും ചെയ്ത്. ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ച് ഇക്കൂട്ടർക്ക് ഇതിലൊന്നും നാണോന്നില്ല ഷിജു. അവര് മനസ്സിലാക്കുന്ന ഇതാണ് പൊളിറ്റിക്കൽ എന്താ പറയുക സ്ട്രാറ്റജി, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി ഇതാണെന്ന് മണ്ടൻ വിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഒരു മനസ്സിലാക്കണം. ഒന്നാമതിന് ഇവര് തമ്മിൽ യോജിപ്പില്ല. ഇവർ തമ്മിലടി 7-8 പേര് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് തമ്മിലടിയാണ് ഇവര്. ഒരു യോജിച്ച ഒരു പ്രതിപക്ഷത്തിനെ കേരളത്തിൽ കാണാൻ പറ്റും കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. ഒരാൾ പത്രസമ്മേളനം നടത്തുന്നു, മിനിറ്റുകൾക്കപ്പുറം വേറൊരാൾ പത്രസമ്മേളനം നടന്നു. വന്യജീവി സംരക്ഷണം പറഞ്ഞ് നാട് കാവട്ടിയോ 11 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് UDF സർക്കാരിന്റെ കാര്യത്തിൽ ഹരിത MLA മാരെ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ VD സതീശൻ
അങ്ങ് മലബാറിൽ ഈ ജാഥ തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് മൂവാറ്റുപുഴയിലെ ക്ഷമിക്കണം, ആലത്തൂർ നെന്മാറയ്ക്കടുത്തുള്ള ഈ പറയുന്ന ബ്രൂവറിയുടെ സമീപത്ത് പോയി പത്രസമ്മേളനം നടത്തി കോമാളിത്തരം കാണിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഇവരെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെയല്ല, പ്രതിപക്ഷത്തിലല്ല, വികസനം. ഈ സർക്കാർ എക്സ്ട്രീം ലെവലിൽ തന്നെ ആ വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവർ എന്തെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളുണ്ടെന്ന് K4 ഞാൻ ഉപയോഗിക്കുന്ന K4 K4 ഏറ്റവും സ്പീഡിൽ ഏറ്റവും താരിഫ് കുറഞ്ഞ് ലഭിക്കുന്നത് K4 ആണ്. അതിന്റെ ഉപഭോക്താവാണ് ഞാനിപ്പം. അങ്ങനെ എല്ലാവരും അതുപോലെയുള്ള വികസനങ്ങൾ ഇവർ കേരളത്തിനെതിരെ ഇവര് സമരം ചെയ്തില്ല. കേരളത്തിനെതിരെ നടത്തിയ ഈ സമരം അപരിഷ്കൃത യുഗത്തിൽ പോലും ആരും നടത്താത്ത, ഇവരെല്ലാം വിദേശത്ത് പോയാൽ ഈ പറയുന്ന ഹൈസ്പീഡും സെമി സ്പീഡും ട്രെയിനുകളിലാണ് യാത്ര ചെയ്യുന്നത്. അവർ കേരളത്തിന് ഇത് പാടില്ല. കാരണം എന്തുകൊണ്ടാ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. അതിനവരെന്തെല്ലാം രീതിയിലുള്ള നാടകം കളിച്ചു. 21 സിൽവർ ലൈനിൽ കേരളത്തിന് മാത്രം പാടില്ല. ഫ്രജൈൽ ലാൻഡിലൂടെ അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലേക്ക് ഇത് ഓടിക്കാൻ കുഴപ്പമില്ല. മദ്രാസിൽ നിന്നും കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകാം, കുഴപ്പമില്ല. ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ കുഴപ്പമില്ല. കേരളത്തിൽ ഇത് വരാൻ പാടില്ല. ഏറ്റവും തിക്കിലി പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിൽ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറങ്ങിയ ഈ പ്രതിപക്ഷ ചരിത്രത്തിന്റെ ഭാഗമാവുക. ഇനി ഒരിക്കലും അവർ അധികാരത്തിൽ വരത്തില്ല, യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി അവരിനി ഒരു റിസ്ക് എടുക്കത്തില്ല. ഇതുപോലെ കള്ളക്കഥകൾ നടത്തി തുടർച്ചയായിട്ട് കോടതികളുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നിട്ടും അവരിതുമായിട്ട് തുടരുന്നതിനാൽ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഇനി ഒരു റിസ്ക് എടുക്കുന്നില്ല. ഈ മഴവിൽ സഖ്യത്തിനെ അവര് അറബിക്കടലിലേക്ക് തള്ളിയിരിക്കുന്നു. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതാണ് ഓരോരോ തെളിവുകളാണ് ഓരോ ദിവസവും. നമ്മൾ ആലോചിക്കേ, കള്ളത്തരങ്ങളും പച്ച നുണകളും കൃത്രിമ രേഖകളും ചമച്ച് എന്തെങ്കിലും രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ ഇതൊന്നും ഒരിക്കലും അവർ കണ്ണുമൂടിയല്ല കെട്ടിയിരിക്കുന്നത്. ആ അവസാന ആശ്രയമായ ആ നിയമവ്യവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കും ഈ പറയുന്ന സത്യത്തിനൊപ്പം നിൽക്കും. അതിന്റെ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഈ പറയുന്ന എക്സാലോജിക്കനും വീണാ വിജയനും എതിരെ നടത്തിയ ആ മൂന്നാമത്തെ ഹർജി തള്ളി ദൂരെ കളഞ്ഞത്. ഇനിയും ഇവർ മുമ്പോട്ട് പോയാൽ ഇവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അസ്തമനം കേരളത്തിലെ ജനങ്ങൾ നൽകുന്നുള്ളതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അല്ല ശ്രീ റജി ലൂക്കോസ്, ഈ പറഞ്ഞതുപോലെ ഇവര് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊണ്ടുവന്ന ഓരോരോ ആരോപണങ്ങൾ, ഓരോരോ ഇടപെടലുകൾ, നേരത്തെ നമുക്കറിയാം ഇവിടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാടുകൾ, ചില കപട പരിസ്ഥിതിവാദികൾ അടക്കം എടുത്ത നിലപാടുകളെ കുറിച്ച് അറിയാം. ഏറ്റവും ഒടുവിലായി ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു വിഭാഗം ആശമാർ SUC നടത്തുന്ന സമരം, ആ സമരത്തെ വലിയ ജനകീയ മുന്നേറ്റമെന്നും കേരളത്തിലെ LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ മുഖമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് അത് തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. അതായത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാധാരണഗതിയിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് നേടുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. രണ്ടാമത്, ഇവിടെ ഈ ഇരിക്കുന്ന സർക്കാർ നടത്തിയ പല കാര്യങ്ങളും ശരിയല്ല, എന്താണ് ഈ സർക്കാർ നടത്തിയെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മുമ്പിലും പതറി നിൽക്കുകയാണ്, നാണം കെട്ട് നിൽക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. പുതുതായി ഒന്നും കൊണ്ടുവയ്ക്കാനില്ല. രണ്ടാമതായി കേരള സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങൾ, ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി വികസന പാതയിൽ പോകുന്ന സംസ്ഥാന സർക്കാരിന്, LDF സർക്കാരിന് മൂന്നാമതും തെരഞ്ഞെടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ശശി തരൂർ പോലെയുള്ളവർ തന്നെ പറയുമ്പോൾ, ആ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷം അമ്പിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊത്താശ പാടുന്ന മാധ്യമങ്ങളും. അത് കൃത്യമായ തിരിച്ചടിയാണ് ലഭിച്ചതെന്ന് നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാം. ശ്രീ റജി ലൂക്കോസ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ വിവേകശാലികളായ, നെല്ലും മുതൽ തിരിച്ചറിയാൻ കഴിവുള്ള കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, അവർക്ക് അറപ്പാണ് ഇവരുടെ ഇത്തരം പ്രവർത്തികളോട്. ഒരു സംശയമില്ല. നമ്മളൊക്കെ ഈ ചെറുപ്പക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ, വി വാണ്ട് ഡെവലപ്മെന്റ്സ്, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ലോകത്തിന്റെ ഗ്ലോബൽ ഡെവലപ്മെന്റിനൊപ്പം അല്ലെങ്കിൽ അതിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു കേരളത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇവിടുത്തെ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യം പറയുന്നത് ഒരു അരാഷ്ട്രീയ പ്രവർത്തനം അവരുടെ ജനാധിപത്യത്തിന് എതിരാണ്. ഏകാധിപതികളുടെ നാട്ടിൽ പോലും നടക്കാത്ത രീതിയിലുള്ള ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തങ്ങൾ മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഒരുപാട് സെമിനാറിൽ പങ്കെടുക്കുന്നതാണ്. അവരുടെ ആ ഭാഗത്തു നിന്നുള്ള അമർഷം വളരെ ഭയങ്കരമാണ്. അപ്പൊ ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ വികസന ദാഹവും തിരിച്ചറിയാതെ കൊണ്ട് ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള മിഥ്യാധാരണയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ത്രീ സംരംഭകരെ വ്യക്തിഗത നടത്തുന്ന ഈ പ്രതിപക്ഷം കേരളത്തിൽ അതിനി ചരിത്രമാവുക. അടുത്ത 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ഒരു സംശയമില്ല, നിസ്സംശയം പറയാം, ഒരു 100-110 സീറ്റിന് മുകളിൽ LDF-നെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് പിന്നെ വിജയിപ്പിക്കും. നിസ്സംശയം, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇവരെ പോലുള്ളവരെ ജനം ശിക്ഷിക്കും. ആ ശിക്ഷ മേഴങ്ങാനായിട്ട് ഇവരിനി കാത്തിരുന്നുണ്ടാ മതി. അതല്ലാതെ ഇവരുടെ മുമ്പിൽ ഒരു മാർഗവുമില്ല. ഇവർ ഇനി എന്തെല്ലാം ചിന്തിച്ചത്, ഇവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും, ഞാൻ വളരെ വ്യക്തമായിട്ടറിയാം, ഈ മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് പിന്നെ അമർഷമുണ്ട്. അവർ ചെയ്യുന്ന ഇത്തരം മോശമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഇത്തരം മലിനീകരണങ്ങൾ വിതറുന്നതിനെതിരെയും ഇവർ ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളോടും വളരെ അമർഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. അത് വേണമെങ്കിൽ ജനങ്ങളുടെ സർവേ എടുത്ത് നോക്കിക്കോളൂ. കാരണം സത്യം തിരിച്ചറിയാൻ ഇപ്പൊ കേരളത്തിൽ 1-2 മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റിന് പേരിൽ ഈ മഴവിൽ സഖ്യത്തിനെ പോലുള്ളവരെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ വികസനത്തിന് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അപരാധമാണ്. ജേർണലിസത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സോ ഒന്നും ഒരു ലേശം പോലും ഇല്ലാതെ ഈ രീതിയിൽ നേരം വെളുത്ത വൈകുന്നേരം വരെ കഥകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അകലും. അതൊരു യാതൊരു തർക്കമില്ല. ഇപ്പൊ തന്നെ അത് അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മടുത്തു ജനം. മലയാളത്തിലെ പല മാധ്യമങ്ങളും തുറന്നു നോക്കാനോ TV ചാനലിലൂടെ കാണാനോ കേരളം മടിക്കുന്നു. കാരണം നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ഇവർ കൊടുക്കത്തുള്ളൂ. പോസിറ്റീവായ ഒരു വാർത്തയും കൊടുക്കത്തില്ല. ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കാം, അല്ലെ പ്രതിപക്ഷത്തിന് അനുകൂലമാക്കാം എന്നുള്ള ഇവരുടെ വ്യാമോഹം 1% പോലും വിലപ്പോകത്തില്ല. കാരണം കേരളം ഇവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജനതയല്ല. കേരളം എന്ന ഭൂമിക ജനാധിപത്യത്തിനും ഡെവലപ്മെന്റ്സിനും വേണ്ടി ദാഹിക്കുന്ന പല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കുകളെ ഇവർ നാഷണൽ ഹൈവേ ഉൾപ്പെടെ, നാഷണൽ ഹൈവേക്ക് അവസാനം ദേശീയ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി പൂട്ടിപ്പോയ ഓഫീസ് പോലും, അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആർജവം എന്ന് പറയുന്നത്. അദ്ദേഹം അത് വീണ്ടും റീഓപ്പൺ ചെയ്ത് സ്ഥലമെടുക്കാനുള്ള 6222 കോടി രൂപ അങ്ങോട്ട് കൊടുത്ത്, ഇന്ത്യയിലെ ചരിത്രമാണ് ഒരു സംസ്ഥാനം അങ്ങോട്ട് കൊടുത്ത് നാഷണൽ ഹൈവേ 66 ഈ വർഷം അവസാനത്തോട് ഓപ്പൺ ചെയ്യുവാണ്. അതിലൂടെ സഞ്ചരിക്കാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളിൽ. വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് കൃത്യമായ സമയത്ത് എത്തിച്ചേരാൻ കേരളത്തെ ഇപ്പോഴത്തെ തലമുറകളൊക്കെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഇതിനൊക്കെതിരെ പിന്നെ കെ മുരളീധരൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നാഷണൽ ഹൈവേ 66 പണി തുടങ്ങാനോ അത് വികസിപ്പിക്കാനോ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുകയെന്ന് പറഞ്ഞ വിദ്വാനാണ് ഈ കെ മുരളീധരൻ. ആ മുരളീധരനൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം അതിലെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നിഷേധാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ജനാധിപത്യ അവകാശങ്ങളെയും വികസനത്തിനെയും തടഞ്ഞ ഇവർക്ക് കേരളം ഒരിക്കലും മാപ്പ് തരുന്നില്ല. ഇനി ശരി ശ്രീ റജി ലൂക്കോസ്, അതാണ് എൻ്റെ ശരിക്കുമുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്.